ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആര്യ ഇൻ ദി കോക്ക്പിറ്റ് എന്ന് പറഞ്ഞ പാഠമാണ് വായിച്ച് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. When she was 4 years old, she wanted to be like Rosamma. Arya saw her at the circus. Rosamma was a trapeze artist. Arya wanted to fly in the air from swing to swing. Her clothes would glitter like Rosamma's. Hundreds of people would clap for her. She would eat cotton candy every day. Her best friends would be a clown. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യക്കും പറക്കണം. When she was 4 years old, she wanted to be Rosamma. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവൾക്ക് റോസമ്മയെ പോലെ ആവാൻ തോന്നി. ആര്യ saw her at the circus. ആര്യ അവളെ സർക്കസിൽ വെച്ചാണ് കണ്ടത്. റോസമ്മ വാസ് എ ട്രാപ്പീസ് ആർട്ടിസ്റ്റ്. റോസമ്മ ഒരു ട്രാപ്പീസ് ആർട്ടിസ്റ്റാണ്. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. ആര്യക്ക് എയറിലൂടെ ആടി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് അങ്ങനെ ആകാനുള്ളൊരു ആഗ്രഹം. ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മ. അവളുടെ തുണികളും റോസമ്മയെ പോലെ തിളങ്ങുന്നതായിരുന്നു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. നൂറുകണക്കിന് ആളുകൾ അവൾക്ക് വേണ്ടി കൈയടിച്ചു. ഷീ വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. അവൾ എല്ലാ ദിവസവും കോട്ടൺ ക്യാൻഡി തിന്നുമായിരുന്നു. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി ക്ലൗൺ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ഒരു ക്ലൗൺ ആയിരിക്കും. ക്ലൗൺ എന്ന് വെച്ചാൽ ജോക്കർ. അപ്പോൾ ഇതൊന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. When she was 4 years old, she wanted to be Rosamma. Arya saw her at the circus. Rosamma was a trapeze artist. Arya wanted to fly in the air from swing to swing. Her clothes would glitter like Rosamma's. Hundreds of people would clap for her. She would eat cotton candy every day. Her best friend would be a clown. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്തൊരു പോർഷൻ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഇടുന്നതായിരിക്കും.